ഗം ഗണപതേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വതേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിശ്വരക്ഷകനായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണ അവതാരം 2ാം ഭാഗമാണ് ഇന്ന് പറയുന്നത്. അങ്ങനെ വിഷ്ണു ഭഗവാൻ സ്വയം വസുദേവരുടെ മനസ്സിൽ പ്രവേശിച്ചു. ആ ഭഗവത് അംശത്തെ ദേവകി തൻ്റെ മനസ്സുകൊണ്ട് തന്നിലേക്ക് പകർന്നു. അങ്ങനെ ഭഗവാൻ ദേവകിയുടെ ഉദരം വാസസ്ഥാനമാക്കി. അതായത് ദേവകി തൻ്റെ 8ാമത്തെ ഗർഭത്തിൽ ഭഗവാനെ ധരിച്ചു. ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുമ്പോഴേക്കും ദേവകിക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉണ്ടായി. കഴിഞ്ഞുപോയ ദുഃഖാവസ്ഥകൾ എല്ലാം മറന്നുപോയി. അതുമാത്രമല്ല, ദേവകി അതിസുന്ദരിയായി. പിന്നെ കംസന് ഒരു ചെറിയ ഭയം തോന്നി തുടങ്ങി. കാരണം കംസന് എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ മുൻ സൂചന ഒക്കെ കംസനിലും ഉണ്ടായി. അതുപോലെ ബ്രഹ്മാവിന് മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടായി. വിഷ്ണു ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കാൻ സമയമായി എന്ന് അറിഞ്ഞു. അതുപോലെ പ്രകൃതിയിൽ പ്രപഞ്ചം മുഴുവൻ നല്ല സന്തോഷവും സമാധാനം, ശാന്തത എല്ലാം ഉണ്ടായി. ഭഗവാനെ വരവേൽക്കാൻ പ്രപഞ്ചം കൂടെ തയ്യാറായി. അങ്ങനെ ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി തിഥിയും ബ്രഹ്മാവ് ദേവതയായ രോഹിണി നക്ഷത്രവും ഒത്തുചേർന്ന ശുഭമുഹൂർത്തം സമാഗതമായി. ഭഗവാന്റെ അവതാര മുഹൂർത്തം പ്രപഞ്ചം പോലും കോരിത്തരിച്ച ശുഭമുഹൂർത്തം. പക്ഷികളും പൂമ്പാറ്റകളും മന്ദമാരുതനിൽ കളകൂജനത്തോടെ ആടിപ്പാടി ഉല്ലസിച്ചു. മൃഗങ്ങളെല്ലാം ഏതോ ഉൾവിളി പോലെ ഭഗവാൻ കണ്ണനെ വരവേൽക്കാനായി കാത്തിരുന്നു. അങ്ങനെ രാത്രി സമയത്ത് സജ്ജനങ്ങളുടെയും ഋഷിമാരുടെയും സന്യാസിമാരുടെയും എല്ലാ മനസ്സിൽ എന്തിനെന്നറിയാതെ വല്ലാത്ത ഒരു സന്തോഷം അലയടിച്ചു. എല്ലാവർക്കും പറഞ്ഞറിയിക്കാനാവാത്ത ആഹ്ലാദം ഉണ്ടായി. ആ സമയത്ത് ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് ആകാശത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദയം ചെയ്യുന്നത് പോലെ പുറത്ത് വന്ന് ശോഭിച്ചു. അത്യത്ഭുതമായ ഒരു ബാലൻ്റെ രൂപത്തിലായിരുന്നു ഭഗവാന്റെ ആവിർഭാവം. നീലത്താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകൾ, ശംഖ്, ചക്രം, ഗദ, പങ്കജങ്ങൾ ധരിച്ച് 4 തൃക്കൈകളും, കഴുത്തിൽ കൗസ്തുഭരത്നം, അരയിൽ മഞ്ഞപ്പട്ട്, സാന്ദ്രമായ മേഘത്തിൻ്റെ വർണ്ണത്തിൽ വെണ്ണ പോലെ മിനുമിനുത്ത ശരീരം, അമൂല്യ രത്നങ്ങൾ പതിച്ച കിരീടം ധരിച്ച ശിരസ്, മകരകുണ്ടലങ്ങൾ അണിഞ്ഞ കാതുകൾ, ചുരുൾമുടിയും വളകളും തോൾവളകളും, കാലിൽ സ്വർണ്ണ ചിലങ്കയും നെറുകയിൽ മയിൽപീലിയും, ചുവന്ന ചുണ്ടുകളിൽ ആരെയും മയക്കുന്ന വശ്യമാർന്ന പൂപുഞ്ചിരിയും, മിനുമിനുത്ത കവിൾ തടങ്ങളും, നെറ്റിയിൽ ഗോപിക്കുറിയും, വളഞ്ഞ് അഴകാർന്ന പുരികങ്ങളും എല്ലാം കൂടെ അഴകാർന്ന അതിസുന്ദരനായ അത്ഭുത ബാലനെ വസുദേവരും ദേവകിയും കൺകുളിരെ കണ്ടു. സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ രൂപത്തിൽ തങ്ങളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ അതിസുന്ദര ബാലനെ പിതാവായ വസുദേവരും മാതാവായ ദേവകിയും ആനന്ദ ബാഷ്പം തൂകിക്കൊണ്ട് രോമാഞ്ചമണിഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ ഭഗവാൻ സ്തുതി കേട്ട് സന്തുഷ്ടനായിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പുത്രനായിക്കൊണ്ട് 2 പ്രാവശ്യം ഞാൻ നിങ്ങളുടെ പുത്രനായിക്കൊണ്ട് ജനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഗോകുലത്തിൽ നന്ദഗോപരുടെ പത്നിയായ യശോദ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് എന്നും ഉടനെ തന്നെ ആ കുഞ്ഞിനെയും ഈ കുഞ്ഞിനെയും പരസ്പരം മാറ്റിക്കിടത്തണമെന്നും ഭഗവാൻ വസുദേവരോട് പറഞ്ഞു. അതിനുശേഷം ദേവകിയുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ ഒരു സാധാരണ മനുഷ്യ കുഞ്ഞായി രൂപം ധരിച്ചുകൊണ്ട് കിടന്നു.
അതിനുശേഷം വസുദേവർ ഭഗവാൻ നിർദ്ദേശിച്ചതുപോലെ കുഞ്ഞ് ഉണ്ണിക്കണ്ണനെയും കൊണ്ട് ഗോകുലത്തിലേക്ക് പുറപ്പെടുന്നു. ആ സമയത്ത് അവിടെയുള്ള ഭടന്മാർ എല്ലാവരും ഉറങ്ങിപ്പോവുകയും പൂട്ടിക്കിടന്ന വാതിലുകളെല്ലാം താനേ തുറക്കുകയും ചെയ്തു. അതും ഭഗവാന്റെ മായ തന്നെ. അതുമാത്രമല്ല, വസുദേവരുടെ കാലുകളിലെ ചങ്ങലയെല്ലാം പൂട്ട് അഴിഞ്ഞ് ചങ്ങലയെല്ലാം ഊരിപ്പോയിരുന്നു. അങ്ങനെ അവിടെ നിന്നും പുറപ്പെട്ട വസുദേവർക്ക് ആദിശേഷൻ തൻ്റെ ഫണങ്ങൾ വിടർത്തി ഒരു വലിയ കുടയായി പിടിച്ചിരുന്നു. ആ കൂരിരുട്ടിലും ആദിശേഷൻ്റെ വായിലെ രത്നങ്ങളിൽ നിന്നുള്ള പ്രകാശം വസുദേവർക്ക് വെളിച്ചമേകി. കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്ന യമുനാനദി 2 ദിശയിലേക്കും മാറി നിന്ന് ഭഗവാൻ ഉണ്ണിക്കണ്ണനെ എടുത്തിരുന്ന വസുദേവർക്ക് വഴിമാറിക്കൊടുത്ത് അങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനത്തിൻ്റെ ആരംഭം. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദിവ്യരൂപം, അതിമനോഹരമായ അതിസുന്ദരമായ രൂപം നമ്മുടെ എല്ലാ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമ്മുടെ എല്ലാ നാവുകളിൽ കൃഷ്ണ എന്ന ദിവ്യനാമം എന്നും എപ്പോഴും ഉച്ചരിക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെ മനസ്സിലും ജീവിതത്തിലും സന്തോഷം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.